പാലക്കാട് എലപ്പുള്ളിയിൽ ഭാരത് അരി വിതരണം തടഞ്ഞ CITU നോക്കുകൂലി ആവശ്യപ്പെട്ടാണ് അരി വിതരണം തടഞ്ഞത്. എലപ്പുള്ളി പാറ ജംഗ്ഷനിലാണ് സംഭവം. CITUകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ പിന്നീട് അരി വിതരണം ചെയ്തു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരത് അരി വിതരണം എങ്ങനെയും തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു CITUവിന്റെ ഈ ഒരു അരി വിതരണ തടയൽ സമരം നടത്തിയതും. വിതരണം തടഞ്ഞത് നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാരത് അരി ഇതിനോടകം തന്നെ ഭാരതത്തിൽ എമ്പാടും ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന സാഹചര്യമായിരുന്നു. 29 രൂപയ്ക്ക് അരി ലഭിക്കുന്നു എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ ജനം TVയോട് തന്നെ നിരവധി വീട്ടമ്മമാരും മറ്റുമൊക്കെയാണ് പങ്കുവച്ചിരുന്നത്. ഏതായാലും അങ്ങനെ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമാവുന്ന ആ പദ്ധതി, ആ അരി വിതരണം, അത് കേരളത്തിൽ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ അതിനെ വിമർശിക്കുകയാണ് ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് CPM അല്ലെങ്കിൽ CITU എന്ന സംഘടന ഇത്തരത്തിൽ അരി വിതരണം തടഞ്ഞതുകൊണ്ട് രംഗത്തെത്തിയത്. എലപ്പുള്ളിയിൽ ഇന്ന് രാവിലെ ഇത്തരത്തിൽ അരി വിതരണം ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട അധികൃതരും മറ്റും എത്തിയ ആ സമയത്തായിരുന്നു ആളുകൾ, CITU തൊഴിലാളികൾ നോക്കുകൂലി ആവശ്യപ്പെട്ടുകൊണ്ട് അരി വിതരണം തടഞ്ഞത്. അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ അരി ഇറക്കണമെങ്കിൽ തങ്ങളെ ഇതിന്റെ ചുമടിറക്കുകയുള്ളൂ, അല്ലാതെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സാധാരണ ഈ ഭാരത് അരി കേരളത്തിലല്ല ഭാരതത്തിൽ എല്ലായിടത്തും ഈ കണ്ടെയ്നർ ലോറികളിൽ ഓരോ ജംഗ്ഷനിൽ എത്തിക്കുകയും ആ ജംഗ്ഷനിൽ 10 കിലോയുടെ ചെറിയ പാക്കറ്റാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റി ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി ഈ തൊഴിലാളികളുടെ, അതായത് ചുമട്ട് തൊഴിലാളികളുടെ ആവശ്യമൊന്നുമില്ല. ചെറിയ ബാഗുകളായതുകൊണ്ട് തന്നെ ആ കുഞ്ഞു ബാഗുകൾ ഓരോരുത്തരും ആളുകൾ എടുത്ത് അതിന്റെ ബന്ധപ്പെട്ട അധികൃതരോ അല്ലെങ്കിൽ ഈ സന്നദ്ധ സേവനങ്ങൾ ചെയ്യുന്ന ആളുകളോ അതല്ലെങ്കിൽ ചിലയിടങ്ങളിൽ BJP പ്രവർത്തകരും മറ്റും, കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ BJP പ്രവർത്തകരും മറ്റും അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഒരു ഭാഗമായി അവരുമൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ ബാഗുകൾ ഓരോന്നായി എടുത്ത് ഇവർക്ക് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ നൽകുന്ന സാഹചര്യം ഈ പാലക്കാട് എലപ്പുള്ളിയിൽ ഇന്ന് രാവിലെ ഉണ്ടായി. ആ സമയത്താണ് ഇത്തരത്തിൽ CITU തൊഴിലാളികൾ വന്ന് നോക്കുകൂലി ആവശ്യപ്പെട്ടത്. ഈ ഇറക്കുന്ന ഓരോ ബാഗിനും പണം നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും വിമർശനം ഉയരുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ CITUകാരുടെ ഈ പ്രതിഷേധമോ അല്ലെങ്കിൽ അവരുടെ ബഹളമൊക്കെ വകവെക്കാതെ അവിടെ ഉണ്ടായിരുന്ന അധികൃതരും മറ്റ് ബന്ധപ്പെട്ട ആളുകളും BJP പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ എത്തി പിന്നീട് അരി വിതരണം സുഗമമായി തന്നെ നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ വലിയ വിമർശനവുമായി ഇപ്പോൾ പൊതുജനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്, ഒപ്പം BJP ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഭാരത് അരി എന്നുള്ളത് 29 രൂപയ്ക്ക് അരി ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ കഴിയാണ്ടാണ് ഈ CPM-ഉം CITU ഒക്കെ ഇത്തരത്തിൽ അരി വിതരണം തടയുന്ന തരത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതെ, തീർച്ചയായും അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം. അരുൺ സൂചിപ്പിച്ചതുപോലെ, കാരണം ആകെ വിരളി പൂണ്ടിരിക്കുകയാണ്. സപ്ലൈകോയിൽ സാധനങ്ങളെല്ലാം മാവേലി സ്റ്റോറുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, സർവത്ര വിലക്കയറ്റം. ഇതിൽ ജനങ്ങൾ പൊറുതിമുട്ടി സംസ്ഥാന സർക്കാരിനെ പഴി പറയുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ആശ്വാസമായി ഭാരത് അരി വരുന്നത്. ഇത് ഏതു വിധേനയും തടയുക എന്നുള്ള പല ശ്രമങ്ങളും നേരത്തെ മുതൽക്ക് തന്നെ അവർ നടത്തി വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായാണ് ഇത്തരത്തിൽ എലപ്പുള്ളിയിൽ ഭാരത് അരി വിതരണം നോക്കുകൂലി ആവശ്യപ്പെട്ടുകൊണ്ട് തടഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുക, ഇത്തരം സ്ഥലങ്ങളിൽ പൊതുജനങ്ങളെ അവിടേക്ക് വരുന്നതിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് CITUയുടെ ലക്ഷ്യം. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, സപ്ലൈകോ സ്റ്റോറുകളിൽ അരിയാണെങ്കിലും പലവ്യഞ്ജനങ്ങളാണെങ്കിലും സബ്സിഡി ഐറ്റംസ് ആണെങ്കിലും ഒന്നും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഈ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി അത് എടുത്തു മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് പൊള്ളുന്ന വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി ജനദ്രോഹ നടപടി സ്വീകരിച്ചു. അതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്ന ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ആളുകൾക്ക് അതുകൊണ്ട് തന്നെ അരി വാങ്ങുന്നതിനും മറ്റുമൊക്കെ വലിയ ബുദ്ധിമുട്ട് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന സ്ഥിതിയിലാണ് ഈ 29 രൂപയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഭാരത് റൈസ് ഈ വിപണിയിലേക്ക് എത്തുന്നത്. ഏതായാലും ആ വിപണിയിലേക്ക് അരി എത്തിയപ്പോൾ അതിനെതിരെ പലതരത്തിലുള്ള തെറ്റായ കഥകൾ ചമച്ചുകൊണ്ട്, അതായത് പച്ചരിയാണ്, ചോറ് വെക്കാൻ കൊള്ളില്ല, അതല്ലെങ്കിൽ അത് പലഹാരത്തിനെ പറ്റുകയുള്ളൂ, അങ്ങനെയൊക്കെ വളരെ മോശം അരിയാണ് എന്നൊക്കെ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായി CPM-ഉം കോൺഗ്രസും ഒക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പലയിടത്തും ഈ അരി വിതരണം സുഗമമായി നടക്കുകയും ആളുകൾ അതിനെ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഇത്തരത്തിൽ എതിർത്തുകൊണ്ട് ആ അരി വിതരണത്തെ ഇപ്പോൾ നോക്കുകൂലി പോലും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ CITU പോലൊരു സംഘടന തടയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വലിയ വിമർശനം ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഉയരുന്ന സ്ഥിതിയാണുള്ളത്. അതെ, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.